ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് പഴക്കമായിട്ട് കിച്ചണിന് ഇപ്പൊ നമ്മുടെ ഡോർസ് എല്ലാതും കളേഴ്സ് ഒക്കെ ഒന്ന് ഒരു ചേഞ്ച് ആക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ഒരു ബ്ലൂവും ഒരു ഐവറി കളറൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. ഒരു 10 ഇയേഴ്സ് മുകളിലായി. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാല് നമ്മൾ വിനൈൽ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ പോലത്തെ ഷീറ്റാണിത്. ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. 25 ഫീറ്റ്സ് നീളം, 2 ഫീറ്റ്സ് ലോങ്. അത് ഡിഫറെന്റ് ഡയമെൻഷൻസിലുള്ള ഷീറ്റുകൾ അവൈലബിൾ ആണ്. ഇതേപോലെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ഡിസൈൻസ്, പാറ്റേൺസ് ഒക്കെ ഉള്ള വിനൈൽ ഷീറ്റ്സുകളുണ്ട്. വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഞാൻ 25 ഫീറ്റ്സ് 2 ഫീറ്റ് വിഡ്ത്തും വരുന്ന ഇത് വാങ്ങിച്ചതിന് 1500 എത്രയാണ് വന്നിട്ടുള്ളൂ. അത് വെച്ച് നമ്മൾ ഈ ഡോറിന് നമ്മള് ഈ സ്റ്റിക്കർ, വിനൈൽ ഷീറ്റിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ഒന്ന് ചേഞ്ച് വരുത്താൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിന് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബേസിക്കലി നമുക്ക് വിനൈൽ ഷീറ്റ് വേണം, പിന്നെ ഒരു നൈഫ് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഡോർസിന്റെ എല്ലാതും ഈ പിടുത്തങ്ങൾ മുഴുവൻ, ഹാൻഡിൽസ് മുഴുവൻ നമ്മൾ ഊരിയതിന് ശേഷം വേണം നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കുക, ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കിച്ചൺ എങ്ങനെയാണോ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇനി നമുക്ക് ഈ ഡോറുകളുടെ ഹാൻഡിൽസ് എല്ലാം റിമൂവ് ചെയ്യണം. അതിനു മുമ്പ് നമുക്കതൊന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ വിനൈൽ ഷീറ്റ്സുകൾ ഡയറക്റ്റായിട്ട് ഒട്ടിക്കാവുന്നതാണ്. എപ്പോഴും ഡോറുകൾ റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ പക്ഷേ അത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഡോർസിന്റെ മെഷർമെന്റ്സ് എടുത്തിട്ട് ഈ വിനൈൽ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡോർ ഞാൻ റിമൂവ് ചെയ്തിട്ടല്ല ഞാനിത് ഒട്ടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ആ ഡോർ അങ്ങനത്തോടെ തന്നെ വെച്ച് ഈ ഹാൻഡിൽ മാത്രം റിമൂവ് ചെയ്തിട്ട് അത് ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോ ഡോറിന്റെയും മെഷർമെന്റ് എടുത്തിട്ട് ഇത് വിനൈൽ ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യാം. നമുക്കിനി വേണ്ടത് ഇതിന്റെ ഈ ഹോൾഡ് ചെയ്യുന്ന പിടുത്തങ്ങളെല്ലാതും ഊരിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടത് വെച്ചുള്ളത് ഊരിയെടുക്കണം. അത് എടുക്കാൻ വേണ്ടി നമ്മളൊരു സർവ് വെച്ച് ഇത് ഊരിയെടുക്കണം. അതാണ് ഇനി മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മൾ കബേർഡിൻ്റെ ഹോൾഡറുകളെല്ലാം ഊരിയെടുത്തു. ഇനി ഇതിൻ്റെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിനൈൽ ഷീറ്റ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ 2 സെയിം സൈസിലുള്ള വിനൈൽ ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഡോറിനും ഒന്ന് ഇതിനും. ഇനി ഇത് പതുക്കാനെ നമുക്ക് അതിൽ ഒട്ടിക്കാം. ഇതിൻ്റെ എഡ്ജിൽ നിന്ന് പതുക്കാനെ കീറിയെടുത്തിട്ട്, ശരിക്കും 2 പേരുണ്ടെങ്കിലാണ് നല്ലത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഡോർ ഇതുപോലെ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് ഊരിയെടുത്തിട്ട് ഒട്ടിക്കലാണ് കുറേ കൂടി ബെറ്റർ. ഊരിയെടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് പണി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒട്ടിക്കാൻ വളരെ എളുപ്പമാണ്. പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് ടോപ്പ് ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് പതുക്കാനെ എടുത്തിട്ട് മുകളിൽ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് മാത്രം അടച്ചെടുത്തതിന് ശേഷം മുകളിൽ ഒന്ന് വലിച്ചു കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അങ്ങ് ഒട്ടിക്കുകയാണ്. അളവ് നമ്മൾ കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അത് അവസാനം കട്ട് ചെയ്യാന്നുള്ള ഇതിലാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ഒട്ടിച്ചതിന് ശേഷം പതുക്കാന അടിയിലത്തെ വലിക്കുക. അതിന് ശേഷം കുറേശ്ശെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക.
നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കുന്ന സാധനമാണ്. ഞാനിത് വെച്ചിട്ട് തൽക്കാലം ഇങ്ങനെ ആക്കുമ്പോൾ ബബിൾസ് ഒക്കെ നന്നായി പോയി കിട്ടും. അങ്ങനെ യൂസ് ചെയ്യലാണ് കുറച്ചുകൂടി ബെറ്റർ. ഏതെങ്കിലും ഒരു കാർഡ് യൂസ് ചെയ്താലും മതി. നമ്മള് ഒരു ഡോറിന്റെ ഒട്ടിച്ചു, അതിനുശേഷം അതിന്റെ ഹോൾഡറും ഫിക്സ് ചെയ്തു. നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒട്ടിക്കാൻ പറ്റി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഡോറ് ഊരിയെടുത്തിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ഡീറ്റെയിലായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ഒട്ടിക്കണമെങ്കിൽ ഊരിയെടുത്തിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഡോറിൽ നമുക്ക് ഒട്ടിക്കാം. നമ്മൾ ആ 2 ഡോറും ഒട്ടിച്ചു, അതിന്റെ ഹോൾഡറുകൾ ഫിക്സ് ചെയ്തു. നീറ്റായ രീതിയിൽ അത് ഒട്ടിച്ചു വന്നിട്ടുണ്ട്.